സീരിയലിൽ തിരക്കഥാ രചനയെക്കുറിച്ച് അതിൻ്റെ ഒരു രീതിയെക്കുറിച്ച് നമുക്കൊരു പിടിയില്ലാത്തൊരു കാര്യമാണ്. സിനിമയുടെ കുറിച്ചും വലിയ പിടിയൊന്നുമില്ല. എന്നാലും സീരിയലിൻ്റെ തിരക്കഥ സിനിമ തിരക്കഥയുമായിട്ട് എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാനതൊരു സീരിയൽ തിരക്കഥ തള്ളിപ്പറയല്ല. പക്ഷേ ഒരു സിനിമ തിരക്കഥ എഴുതുന്നതിൻ്റെ പകുതി സുഖം ഒരു സീരിയൽ രചനയിൽ കിട്ടില്ല എന്നാണ് എൻ്റെ അനുഭവം, ഞങ്ങളുടെ അനുഭവം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ എന്തായാലും നമ്മൾ കുറച്ച് മായം ചേർക്കേണ്ടി വരും. കുറച്ച് മായം ചേർക്കുക എന്ന് വെച്ചാൽ ഈ 26-27 എപ്പിസോഡ് അല്ലെങ്കിൽ 40 എപ്പിസോഡ് എന്ന് പറയുമ്പം ഒരു സാധാരണ കഥയുടെ നീളമല്ല അത്. 7, 8, 9 സിനിമയുടെ നീളമാണത്. അപ്പോൾ നമ്മൾ ഈ കഥ മുൻപോട്ട് എങ്ങനെ കൊണ്ടുപോകാം, കഥ ആർട്ടിഫിഷ്യലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ചെറിയ ചില പൊടിക്കൈകൾ ഉപയോഗിക്കേണ്ടി വരും. അത് പലപ്പോഴും ഞങ്ങൾ അലട്ടിയിട്ടുണ്ട് സീരിയൽ രചനയുടെ ഇടയിൽ. പക്ഷേ ഈ പറഞ്ഞ 2 സീരിയലും അവസ്ഥാന്തരങ്ങളും അവിചാരിതവും ഞങ്ങൾക്ക് തൃപ്തി തന്നതാണ്. പക്ഷേ സിനിമയുമായി കമ്പയർ ചെയ്യുമ്പോൾ സീരിയൽ രചന അത്ര ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ വേറൊരു കാരണം, സീരിയൽ എന്ന് പറയുന്നത് എപ്പോഴും ഡയലോഗുകളാൽ ബേസ്ഡ് ആണ്. അതൊരു സീരിയൽ എന്ന് പറയുന്ന ഒരു റൈറ്റേഴ്സ് മീഡിയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റൈറ്ററാണ് അവിടെ നന്നാവേണ്ടത്. സീരിയൽ കാണാതെ, വിഷ്വൽ കാണാതെ നമ്മൾ വേറെ എവിടെ ഇരുന്ന് കേട്ടാലും ആ കഥ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാകുന്ന ഒരു മാധ്യമം അതൊരു നല്ല മാധ്യമമാണോ എന്നെനിക്ക് സംശയം തോന്നി. കണ്ണടച്ച് ഒരു സിനിമയുടെ കഥ നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സിനിമ വിഷ്വലി നന്നായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സീരിയലിൻ്റെ ഈ ഒരു കുറവ്, ഡയലോഗ് ടു ഡയലോഗുള്ള ഡയലോഗിൻ്റെ ഒരു ഓവർ ഇമ്പോർട്ടൻസ് സീരിയലിൽ ഒരു ആവശ്യമാണ്. കാരണം അതിൻ്റെ ഫ്രെയിം അതായിരുന്നു സീരിയലിൽ ഞങ്ങൾക്ക് ഒരു റിസ്ട്രിക്ഷനായിട്ട് തോന്നിയത്. അതൊരു ചാലഞ്ചുമാണ്. ഇത് ഏറ്റെടുത്ത് ചെയ്യാമോ, അല്ലെങ്കിൽ 40 എപ്പിസോഡ് 26 എപ്പിസോഡ് ഒരു ചെറിയ കഥയിൽ നിന്ന് നിങ്ങൾക്ക് ഇത്ര നീട്ടിക്കൊണ്ടുവന്ന് രസച്ചരട് പൊട്ടിക്കാതെ ചെയ്യാമോ എന്നുള്ളതും ഒരു ചാലഞ്ചായിരുന്നു. ആ രീതിയിൽ ഞങ്ങളത് വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? നദി പോയി കടലിൽ ചേരുക എന്ന് പറയുന്ന പോലെ സിനിമയായിരുന്നു ആദ്യം മുതലുള്ള സ്വപ്നം. അപ്പോൾ അവസ്ഥാന്തരങ്ങൾ എന്ന് പറയുന്ന സീരിയലിൻ്റെ 3-ാമത്തെ 4-ാമത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ടാണ് സിബി സാറ് ഞങ്ങളെ വിളിക്കുന്നത്. സിബി സാറ് ഞങ്ങളുടെ ഫാദർ ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി 2-3 സിനിമകൾ ചെയ്തിരുന്നു ഇതിനോടകം. ഈ സീരിയൽ കണ്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം വിളിച്ചത്. എന്നിട്ട് അദ്ദേഹം വെറുതെ ചോദിച്ചു, കഥ വല്ലതും മനസ്സിലുണ്ടോ? അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഓൾറെഡി എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ ചെയ്യാനായിട്ട് ഞങ്ങൾ വെച്ചിരുന്നതാണ് എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന് പറഞ്ഞ കഥ. അദ്ദേഹത്തെ പോലെ ഒരു സംവിധായകൻ വിളിച്ചപ്പോൾ അത് ചോദിച്ചപ്പോൾ അടുത്ത വണ്ടി കയറി അദ്ദേഹത്തെ പോയി കണ്ട് കഥ പറയുക എന്നുള്ളതായിരുന്നു. അവിടെ നിന്നായിരുന്നു എൻ്റെ വീടപ്പൂൻ്റെയും തുടക്കം. ആ സിനിമയുടെ തിരക്കഥയ്ക്ക് ആ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? അതിനൊരു 1 ലൈനോ അല്ലെങ്കിൽ അത് നേരിട്ട് എഴുതുന്ന ഒരു രീതി? അപ്പോൾ ലോഹിയേട്ടനൊക്കെ സീൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ടാണ്ട് എഴുതി അവസാനം വരെ ഒറ്റ എഴുത്താണ്. ശ്രീനേട്ടൻ നേരെ തിരിച്ചാണ്, 1 ലൈൻ ഉണ്ടാവും. ഞാൻ മറവത്തൂർ കനവ് ചെയ്യുമ്പോൾ ആദ്യം ഞങ്ങൾ ഷൂട്ട് ചെയ്ത 61-ാമത്തെ സീനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ്. ഡിസ്കഷനാണ്. ശ്രീനേട്ടൻ്റെ കുറേ കാലം എടുക്കുകയും അത് നന്നായി പറഞ്ഞ് പുള്ളിക്ക് തന്നെ 100% ഉറപ്പാകുമ്പോഴാണ് ഒരു എഴുത്തിലേക്കൊക്കെ കയറുന്നത്. ലോഹിയേട്ടൻ അങ്ങനെയല്ല, വലിയ ഡിസ്കഷനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ കൂടെ. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെയും അസോസിയേറ്റിൻ്റെ ഏറ്റവും വലിയ തലവേദന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീൻ വരുമ്പോഴേ എന്ത് ലൊക്കേഷനാണ്, എന്താണ് അവിടെ സംഭവിക്കാൻ പോകണമെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഏത് രീതിയിലായിരുന്നു ആദ്യത്തെ സിനിമയുടെ എഴുത്ത്? എൻ്റെ വീടപ്പൂൻ്റെ മുതൽ ഇങ്ങോട്ട് ഇവിടം വരെ ഉള്ളതിന് കൃത്യമായ 1 ലൈൻ വെച്ചാൽ ഞങ്ങൾക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. ഈ പറയുന്ന പോലെ സീൻ 1 കഴിഞ്ഞ് 2, 3 എന്താണെന്നറിയാതെ സീൻ 1 എഴുതാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത് ഞങ്ങളുടെ കഴിവുകേടാണോ എന്നറിയില്ല. പക്ഷേ കൃത്യമായ ഒരു 1 ലൈൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതൊരു പക്ഷേ പേപ്പറിൽ വളരെ വൃത്തിയായിട്ട് എഴുതി വെക്കണമെന്നില്ല, ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. അതും പിന്നെ സംവിധായകനുമായിട്ടുള്ള ചർച്ച. എനിക്ക് തോന്നുന്നത് ഒരു എഴുത്തുകാരന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു സംവിധായകനുമായിട്ടുണ്ടാകുന്ന കെമിസ്ട്രി. തിരക്കഥ എഴുത്തിൻ്റെ, അതായത് 1 ലൈൻ ആദ്യം ഉണ്ടായിക്കഴിഞ്ഞ് സംവിധായകനുമായിട്ട് 1 ലൈൻ ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അതിലേക്ക് ചേർത്ത് അത് തിരക്കഥാ രൂപമാക്കി. ഇതാണ് ഞങ്ങളുടെ ഒരു രീതി. അപ്പോൾ കൃത്യമായൊരു 1 ലൈൻ ആദ്യം തൊട്ട് അവസാനം വരെ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരു കഥ ആദ്യം തോന്നുന്നത് ഇപ്പം ഒരു കഥാരൂപത്തിലാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ലോഹിയേട്ടനൊക്കെ എവിടെയൊക്കെ എഴുതി കണ്ടിട്ടുണ്ട്, ഒരു യാത്രയിൽ കണ്ട, അല്ലെങ്കിൽ കുന്നംകുളത്ത് തോക്കിൻ്റെ ലൈസൻസ് പുതുക്കാൻ വന്നിരുന്ന പ്രാകൃതനായിട്ടുള്ള ഒരാളെ മുൻപ് കണ്ടിരുന്നു, പിന്നീട് ഒരു കഥ ഉണ്ടാവാൻ ആ രൂപം സഹായിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, അതുപോലെ എങ്ങനെയാണ് ഒരു കഥയിലേക്ക് എത്തുന്നത്? കഥയിലേക്ക് എത്തുന്നതിന് 2-3 രീതികളാണ്. ഒന്ന്, നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ പത്രവാർത്തയോ അല്ലെങ്കിൽ നമ്മുടെ വായനയിൽപ്പെട്ടതായിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ പ്യുവർ ഇമാജിനേഷനും ആവും. ഇപ്പോൾ എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന് പറയുന്ന സിനിമ സിബ്ലിംഗ് റൈവൽറിയെ കുറിച്ചാണ്. 2-ാമത്തെ കുട്ടി വരുമ്പോൾ മൂത്ത കുട്ടിക്കുണ്ടാവുന്ന ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം അതുണ്ടായിട്ടുള്ള ആളാണ് ഞാൻ.
എൻ്റെ ചെറുപ്പത്തിൽ എനിക്കത് വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. നോട്ട്ബുക്കിലേക്ക് വരുമ്പോൾ ഞാനും എൻ്റെ ബ്രദറും പഠിച്ചൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ സംഭവിച്ച ഒരു ചെറിയ ഇൻസിഡൻറ്റ്, അതിൽ നിന്നായിരുന്നു നോട്ട്ബുക്കിൻ്റെ തുടക്കം. ട്രാഫിക് എന്ന് പറയുന്ന ഒരു പത്രവാർത്തയാണ്. ഇപ്പോൾ കാസനോവ എന്ന് പറയുന്ന സിനിമ സംവിധായകൻ്റെ കഥയാണ്. റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഡയറക്ടർ ഞങ്ങളോട് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇതിൻ്റെ തുടക്കം. ഞങ്ങൾ ആദ്യം എഴുതിയ അവസ്ഥാന്തരങ്ങൾ എന്ന് പറയുന്ന തിരക്കഥ എൻ മോഹനൻ എന്ന് പറയുന്ന കഥാകൃത്തിൻ്റെ ഒരു ചെറുകഥയാണ്. അപ്പോൾ ഈ കഥ അത് ചിലപ്പോൾ പ്യുവർ ഇമാജിനേഷൻ ആവാം, നടന്നതാവാം, സംഭവിച്ചതാവാം. പക്ഷേ പ്യുവർ ഇമാജിനേഷൻ ആണ് എങ്കിലും അതിൽ നമ്മളുടേതായ ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ വന്ന് കയറും. നമ്മൾ പരിചയിച്ചിട്ടുള്ള ചില സാഹചര്യങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ള ചില സന്ദർഭങ്ങൾ, അവസ്ഥകൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, കഥാപാത്രം ഞങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല. ഞങ്ങൾക്കൊരു ഫിലോസഫി പറയാൻ വേണ്ടി കഥാപാത്രത്തെ കൊണ്ട് അത് പറയിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. പല തിരക്കഥാകൃത്തുക്കളും ചിലരെ ഞങ്ങൾ വളരെ അത്ഭുതത്തോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടെ കാണാറുണ്ട്. ചിലർ ഒരാഴ്ച കൊണ്ടും 2 ആഴ്ച കൊണ്ടും ഒക്കെ നല്ല ഒന്നാന്തരം സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ എന്താ പറയുന്നത്, അവരുടെ ബ്രെയിൻ അതുപോലെ ബ്രില്യൻ്റ് ആയിരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സീനും കൺസീവ് ചെയ്യുകയും ഓരോ കഥാപാത്രത്തിനും സഹകഥാപാത്രങ്ങൾക്ക് വരെ ഒരു ഐഡൻറ്റിറ്റി കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ക്യാരക്ടേഴ്സിനും ആ ഒരു ഐഡൻറ്റിറ്റി കൊടുത്ത് മുമ്പോട്ട്, അത് സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ സിനിമയിലോ അത് പ്രേക്ഷകനെ മനസ്സിലാകണമെന്നില്ല ഞങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിന്. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാഫിക്കിൽ വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ എടുക്കുക. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്, അദ്ദേഹത്തിന് ഇടുന്ന ഷർട്ട് എന്താണെന്ന് വരെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്ക് ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് സഹായകമാണ്. ഈ രചനയുടെ സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്? വൺ ലൈൻ എഴുതൽ തന്നെയാണ്. അതായത് ആ ഒരു കഥ കിട്ടിയാൽ അത് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള സീൻ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വൺ ലൈൻ ഉണ്ടെങ്കിൽ പിന്നീട് കാര്യങ്ങൾ എളുപ്പം അല്ല പറയുന്നത്, കമ്പാരിറ്റീവ്ലി താരതമ്യേന കുറച്ചുകൂടി എളുപ്പമാണ് ഡയലോഗുകൾ. കാരണം നമ്മൾ ആ സമയം കൊണ്ട് ഈ കഥാപാത്രത്തെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ഈ വൺ ലൈൻ ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ വളരെ സ്പീഡിൽ നടക്കും. ഈ വൺ ലൈൻ എഴുത്താണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും, ഒരു കഥ കിട്ടിയാൽ അതിനൊരു സിനിമയുടെ 60-70 സീനുകളായി വിഭജിക്കലാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള രീതി.